കഴിഞ്ഞ ഒരു മാസത്തിനുള്ള 2 യങ് വിമൻ, അതായത് 26 to 28 ഇയേഴ്സിനിടയ്ക്കുള്ള അവർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ആദ്യം തൊട്ട് ഇറഗുലർ സൈക്കിൾസ് ആണ്, പണ്ടെന്തോ സ്കാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ PCOD ആണെന്ന് എന്തോ പറഞ്ഞിരുന്നു, ഇഗ്നോർ ചെയ്തിരിക്കുകയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായി, കുട്ടികളാവാനിട്ട് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഓവറിയുടെ സൈസ് വളരെയധികം ചെറുതായിട്ടുണ്ട്, ഫോളിക്കൽസ് ഒന്നും കാണുന്നില്ല, AMH എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് നോക്കി വളരെ ലോ ആണ്, ഇപ്പം എന്താ ചെയ്യുക? ഇതൊരു അൺഫോർച്ചുനേറ്റ് സിനാരിയോ ആണ്. അതായത് നമ്മൾ ഇറഗുലർ സൈക്കിൾസിന് PCOD ആണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുപിടിക്കാതെ പോയി. അതായത് പ്രിമച്വർ ഒവേറിയൻ ഇൻസഫിഷ്യൻസി, അതായത് നമ്മുടെ അണ്ഡാശയത്തിലുള്ള അണ്ടങ്ങൾ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണിത്. ഇത് 100 സംഭവിച്ചേക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ആളുടെ ട്രീറ്റ്മെൻറ്റ്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നേരത്തെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വന്തം അണ്ഡാശയത്തിൽ നിന്നുള്ള സ്വന്തം എഗ്സും കൊണ്ട് തന്നെയുള്ള ഒരു കുഞ്ഞെന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? PCOSൽ ഇറഗുലർ സൈക്കിൾസ് ഉണ്ടാവാം. ഡെഫിനറ്റ്ലി ഇറഗുലർ സൈക്കിൾസ് PCOSൻ്റെ ഒരു സിംറ്റമാണ്. പക്ഷേ ഇറഗുലർ സൈക്കിൾസ് മറ്റ് പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. ഈവൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്, അതായത് എക്സസൈസ് സ്ട്രെസ്സോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടുന്നതോ കുറയുന്നതോ, തൈറോയിഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വേറെ ഹോർമോൺ വ്യത്യാസങ്ങളും കൊണ്ടൊക്കെ ഉണ്ടാവാം. ആൻഡ് വെരി റെയർലി നമ്മുടെ ഈ പ്രിമച്വർ ഒവേറിയൻ ഇൻസഫിഷ്യൻസി കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇറഗുലർ സൈക്കിൾസ് ആണ്, ഒരു 35-40 ദിവസമായിട്ടും പീരിയഡ്സ് ആവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കുക.